ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ജിഞ്ചർ ചിക്കനാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജിഞ്ചർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതേ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത്രയും ഇഞ്ചി എടുക്കണം. ഒരു 50 ഗ്രാമിലധികം ഇഞ്ചി ഉണ്ടാവും. സാധാരണ നമ്മൾക്ക് ഇതിലൊരു കഷ്ണം മതി, അതിൻ്റെ ഒരു 3 ഇരട്ടി ഇഞ്ചി എടുക്കുക. പിന്നെ ഒരു 10ഓളം വെള്ളുള്ളി, ഒരു 3 മീഡിയം സൈസ് തക്കാളി, വലുതാണെങ്കിൽ 2 മതി, ഒരു 1.5 സവാള, അതായത് ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കുക, ഇത് 1.5 സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി കട്ട് ചെയ്ത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു അല്പം പൊടിയുപ്പും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളുള്ളിയും ചേർത്ത് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഇഞ്ചി പേസ്റ്റ് ഞാൻ വേറൊരു ബൗളിലേക്ക്, മിക്സിയുടെ ജാറ് കഴിയ വെള്ളം വേറൊരു ബൗളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിൽ നമുക്ക് ആകെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ആ ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഫ്ലെയിം കുറച്ച് കൊടുക്കണം, കാരണം ഇഞ്ചി പേസ്റ്റാണ് പെട്ടെന്ന് അടിപ്പിടിക്കും. അപ്പോൾ തുടരെ ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റോളം അത് തുടരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക, കരിയാതെ നോക്കുക. ഈ സമയം വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള കട്ട് ചെയ്ത് പൊടിയായത്, പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇഞ്ചിയുടെ നല്ല മണം വരും ആ 1 മിനിറ്റ് കൊണ്ട്. ആ സമയത്ത് സവാള ചേർക്കുക. ഇനി അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തപ്പോൾ അടിപ്പിടിക്കുന്നതെന്ന് ഒന്ന് വിട്ട് നന്നായിട്ട് വന്നോളും. അപ്പോൾ ശരിക്കും 1 മിനിറ്റ് കൂടി നമ്മൾ ആ സവാള ഒന്ന് വഴന്ന് വരണം. ഈ സമയത്ത് നമ്മൾക്ക് തക്കാളി കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളി കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷവും നമ്മളൊരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഇഞ്ചിയുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, വെള്ളുള്ളിയുടെയും. അപ്പോൾ തക്കാളി ഇതാ ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ഇത്രയും മാത്രം മതി നമ്മൾക്കിതിലേക്ക്. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആ ഇഞ്ചി മൂപ്പിച്ചെടുക്കുന്നത് തന്നെയാണ്. ഈ സമയത്ത് നമ്മൾ ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുവിധം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിള ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ ആ ഇഞ്ചി വെള്ളം ഉണ്ടല്ലോ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു, നമ്മൾ തുറന്നു നോക്കി. 10 മിനിറ്റ് കൊണ്ടൊന്നും ചിക്കൻ വെന്ത് കിട്ടില്ല. ഒരുവിധം ഒന്ന് ഇതേപോലെ ഒന്ന് ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്ന് ആ സവാളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ. ചിക്കൻ ഒന്നുകൂടി വേവാനുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. ഒരല്പം കൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുക. ഇതിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. 1 സ്പൂണ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ശരിക്കും ഒന്ന് വെന്ത് കുറുകി ഇതേ കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം ഗ്രേവി കുറുകുറേന്നുണ്ടാവും. അതാണ് ജിഞ്ചർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ജിഞ്ചർ ചിക്കനിൽ ടൊമാറ്റോ സോസൊക്കെ ചേർക്കും. നമ്മൾക്കിവിടെ ടൊമാറ്റോ കുറച്ച് കൂടുതൽ ചേർത്തതുകൊണ്ട് തന്നെ സോസിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നല്ല നാടൻ ജിഞ്ചർ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മളത് തുറന്നു നോക്കി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതേപോലെ ഒരു ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടും. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കെല്ലാം നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ജിഞ്ചർ ചിക്കൻ സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.